നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നേ? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നത് കൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്കും കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടാണ് വന്നത്. ഇനി അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോകണം. നീ കരഞ്ഞോ? നിന്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നേ? അവൻ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേ? അവൻ നിന്നെ ഉപദ്രവിച്ചോ? ചേച്ചി, കുട്ടികളെ ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത്. എന്നെ അയാൾ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. വൃത്തികെട്ട വീഡിയോകൾ ഫോണിലൂടെ കണ്ടിട്ട് അതൊക്കെ എന്നിലാണ് പരീക്ഷിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു വൈറ്റ് ഡ്രസ്സ് പോലും എനിക്ക് ഇടാൻ പറ്റാതെയായി. അത്രയ്ക്ക് എന്നെ കടിച്ചും മാന്തിയും ശരീരം മുഴുവനും ബ്ലഡ് കട്ട പിടിച്ചായിരിക്കുന്നത്. അതുമാത്രമല്ല, ഫോണിൽ അയാൾക്ക് വൃത്തിയായിട്ട് ചാറ്റിങ്ങും ഉണ്ട് ചേച്ചി. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും ഉണ്ട്. ഒരുപാട് പേരുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. ഞാൻ കുറച്ചു നാളായിട്ട് നിന്നോട് പറയുന്നല്ലേ നമുക്ക് ഡിവോഴ്സ് വാങ്ങാം, ഇങ്ങനൊരു ബന്ധം നമുക്ക് വേണ്ടെന്ന്. നീ എന്തിനാ ഇത്രയൊക്കെ സഹിച്ച് അവിടെ നിൽക്കുന്നത്? നിനക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതല്ലേ? നമുക്ക് ചേട്ടനോട് പറഞ്ഞിട്ട് പുറത്തെവിടെങ്കിലും എന്തെങ്കിലും ജോലിക്ക് നോക്കാം. അയാൾ കൊന്നാലും ഡൈവോഴ്സ് തരില്ല ചേച്ചി. അയാളും അയാളുടെ അമ്മയും കൂടെ ചേർന്ന് എന്നെ അപവാദങ്ങൾ പറഞ്ഞ് നടക്കുന്നത്. അയാളുടെ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ. പുറത്തെല്ലാവരുടെ മുന്നിൽ അയാൾ മാന്യനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ അച്ഛൻ്റെ അടിക്കല് ഈ ബന്ധം നടത്തണ്ടാന്ന്. അച്ഛനുണ്ട് ഗവൺമെന്റ് ജോലിയാണ്, അങ്ങനെ ഇങ്ങനാന്ന് പറഞ്ഞ് നടത്തി വെച്ചതാ. ഇപ്പൊ എന്തായി? നീയല്ലേ അനുഭവിക്കുന്നത്? ചേച്ചി, ഇവള് ഉണ്ടില്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇവളാ വളവ് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവൾ ഇങ്ങോട്ടായിരിക്കും എഴുന്നള്ളിയേക്കുന്നെന്ന്. കഥയെല്ലാം പറഞ്ഞ് കാണുമായിരിക്കുമല്ലോ അല്ലേ? മതി, എനിക്ക് പോ. അവളിപ്പോ വരുന്നില്ല. അവളെന്തെങ്കിലും കഴിച്ചിട്ട് വരും. നിനക്ക് പോണമെങ്കിൽ നീ പൊക്കോ. ഇവളെന്ത് ചെയ്യണം ചെയ്യാനാണ് നിങ്ങളാ തീരുമാനിക്കുന്നത്? ഇവൾ എന്റെ ഭാര്യയല്ലേ, ഞാൻ തീരുമാനിക്കോളൂ എന്ത് ചെയ്യണമെന്ന്. അതൊക്കെ ശരിയാ, ഇവള് നിന്റെ ഭാര്യയൊക്കെ തന്നെ. പക്ഷേ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. നീ അവളുടെ എന്ത് കാര്യങ്ങളാ നോക്കാറുള്ളത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നടിക്കാൻ സംസാരിക്കാനുണ്ട്. നീ ഇവിടെ ഇരുന്നേ. എടാ നായേ, ഇനിയും തല്ലിയാ നീ ചത്തുപോകും. ഇത്രയും നാളെ നീ അവളെയല്ലേ തല്ലിക്കൊണ്ടിരുന്നേ? ഇനി എന്റെ കൊച്ചിന്റെ ദേഹത്തെങ്ങാനും നിന്റെ കൈ വെച്ചെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും.